പൊതുമേഖലാ സ്ഥാപനമായ കെൽപ്പാമിലെ അഴിമതിയിൽ എംഡിയെ പഴിചാരി ആരോപണ വിധേയനായ ചെയർമാൻ കെൽപ്പാമിലെ അഴിമതിയെക്കുറിച്ചുള്ള ഗുരുതര കണ്ടെത്തലുകൾ മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയതോടെയാണ് ചെയർമാന്റെ നീക്കം. പരാതിയിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് CPM നിലപാട്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ തകർക്കാം? 2 കോടി കൊടുത്തു വാങ്ങിയ കുപ്പികൾ അക്കൗണ്ട്സ് ഓഫീസർ L ശ്രീലേഖ വെറും 1,20,956 രൂപയ്ക്ക് മറിച്ചുവിറ്റു. ഈ സെക്യൂരിറ്റി ക്യാബിൻ നിർമ്മിക്കാൻ 6 ലക്ഷം രൂപ ചെലവായെന്നാണ് കണക്ക്. ബാറിന്റെ വഴി വലുതാക്കാൻ കെൽപ്പാമിന്റെ മതിൽ പൊളിച്ച് വീതി കൂട്ടിക്കൊടുത്തെന്ന പരാതിയുണ്ട്. ഈ ആരോപണങ്ങൾക്ക് ഉയർന്നിരിക്കുന്ന സുരേഷ് കുമാറിനെതിരെയാണ്. അദ്ദേഹമാണ് ഈ ചെയർമാൻ. അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ സുരേഷ് കുമാർ, കെൽപ്പാമിനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. MD വ്യാജമായിട്ടുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. താങ്കൾ എവിടെ ഉണ്ട്? ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരാം. ശരി, മാതൃഭൂമി ഓഫീസിൽ തന്നെ അങ്ങ് എത്തിയാൽ കാണാം. വിശദീകരണവുമായി ചെയർമാൻ സുരേഷ് കുമാർ മാതൃഭൂമി ഓഫീസിലെത്തി. ഇത് കൊട്ടേഷൻ വിളിച്ച് എനിക്കൊരു PS ഉണ്ടായിരുന്നു, അതായത് ഒരു റസലയൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇത് വിൽക്കാൻ തീരുമാനിച്ചു. പാട്ട വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് കെൽപ്പാം ഭരണസമിതി മാത്രം തീരുമാനമെടുത്താൽ മതിയോ? അത് മതി. MD സർക്കാരിന് നൽകിയ റിപ്പോർട്ട് വ്യാജമാണെന്നാണ് ചെയർമാന്റെ വാദം. എന്നാൽ സുരേഷ് കുമാറിന്റെ വാദം സ്വന്തം പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരും അംഗീകരിക്കുന്നില്ല. കെൽപ്പാമിലേക്ക് 2 കോടിക്ക് വാങ്ങിയ സാധനങ്ങൾ തറവില പോലും നിശ്ചയിക്കാതെ ലേലം ചെയ്ത് അഴിമതി നടത്തിയെന്ന കണ്ടെത്തൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ റിപ്പോർട്ടിലുമുണ്ട്. നിയമനം അവിടെ നടത്തുന്നതിന് വേണ്ടി താങ്കൾ ചെറിയ തുക മുതൽ വലിയ തുക വരെ ആളുടെ നിന്ന് മേടിക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട്. ഒരു പരാതി ആരും പറയില്ല. ഇല്ല, ഒരിക്കലും എനിക്ക് വാങ്ങാൻ കഴിയില്ല. ഞാൻ അത്തരക്കാരനല്ല. എന്നാൽ സുരേഷ് കുമാറിനെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷണത്തിന് കീഴിലാണ്. ഇതുപോലെ പലത്. 9-ാം തീയതി രാവിലെ ഒരു 11 ആയപ്പോൾ എന്നെ ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് ചെയർമാൻ എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞു. കെൽപ്പാമിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലാവ് നിൽപ്പുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചാണ്. എനിക്കൊരു 10 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. സത്യം അതാണ്. ഞാൻ പറഞ്ഞ MD, അത് പൈസ എന്നൊക്കെ പറഞ്ഞാൽ വലിയ, അത് എനിക്ക് എങ്ങനെയെങ്കിലും തന്നേ നോക്കൂ. അപ്പം ഞാൻ പറഞ്ഞ് പലിശയ്ക്ക് എടുക്കാൻ, പലിശയ്ക്കൊന്നും എടുക്കണ്ട, അതെനിക്ക് 10 ലക്ഷം രൂപ അത്യാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പോയി. ഒരു ഫെബ്രുവരി 14-ാം തീയതി ആണ് ഞാൻ MD പൈസ തരാൻ കഴിയില്ല, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞത്. 15-ാം തീയതി മുതലാണ് ഇയാൾ വ്യക്തിപരമായി എന്നെ വളരെ നികൃഷ്ടമായ രീതിയിൽ ആദ്യം കെൽപ്പാമിനെതിരെ തുടങ്ങി. തനിക്കെതിരെ MD നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ സാമ്പത്തിക ആരോപണം തന്നെ നിരത്തി തിരിച്ചുവിടാനാണ് ശ്രമം. പക്ഷേ തെളിവില്ല. ഈ പണം ചോദിക്കുന്നതിന് എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും കാര്യങ്ങളോ? ഇല്ല, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. കാരണം ഈ ക്യാമറ അവിടെ ഉണ്ട്. CPMന്റെയും സർക്കാരിന്റെയും തുടർ നീക്കങ്ങളിലാണ് ആകാംക്ഷ. പരാതിയെല്ലാം കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.